ആര്യ, പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പാലം നിർമ്മാണം പൂർത്തിയായതുകൊണ്ട് തന്നെ ഇന്ന് മുണ്ടക്കൈയിലേക്കായിരിക്കും കൂടുതൽ തെരച്ചിൽ കേന്ദ്രീകരിക്കുക. പക്ഷേ ആര്യ, മറ്റൊന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ തെരച്ചിൽ നടത്തിയെന്ന് പറയുന്നത് ഇന്നലെ, ഞാനത് പറയാൻ കാരണം ഇന്നലെ ചൂരൽമലയിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല ടൗണിന് ഒരു കടയുടെ പിൻവശത്ത് നിന്ന് ഇന്നലെ 2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ മാത്രം കൊണ്ട് കാര്യം പൂർത്തിയാകുമോ എന്ന് പറയാനാകില്ല. കാരണം ഈ ഒഴുക്കിൽപ്പെട്ട് പലയിടത്തായി ആളുകൾ ഒഴുകി പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വില്ലേജ് ഓഫീസ് പരിസരം, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് വലിയ രീതിയിൽ തടിയും പാറക്കഷ്ണങ്ങളും കൂടിക്കിടക്കുകയാണ്. ആ സ്ഥലത്ത് കൂടുതൽ യന്ത്രങ്ങൾ ആവശ്യമുണ്ട് എന്ന് ഇന്നലെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ കുറെ തടിയൊക്കെ മാറ്റി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അത് മതിയാകില്ല. അത്രയും കൂടുതൽ അവിടെയാണ് ഈ പാറയും വലിയ മരങ്ങളുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ JCBയും ഹിറ്റാച്ചിയും എത്തിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അവിടെ അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ എത്തിക്കാനും ഉള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്. എന്താണെങ്കിലും അവിടെ ഇന്ന് കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുമെന്ന് ഇന്നലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് കൂടുതൽ വാഹനങ്ങൾ, ഈ യന്ത്രസാമഗ്രികൾ അങ്ങോട്ട് എത്തും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് വെള്ളാർമല സ്കൂൾ പരിസരം. ആദ്യ ദിവസം നമ്മൾ അവിടെ നിന്നായിരുന്നു ലൈവൊക്കെ ചെയ്തിരുന്നത്. ആ സ്കൂൾ പരിസരത്ത് നിന്ന് അന്ന് കുറേ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. വലിയ ജനവാസ മേഖലയാണ് ആര്യ. നമ്മൾ ഇന്നലെ ആ ഒരു പഴയ വീഡിയോ കാണിച്ചിരുന്നു, വെള്ളാർമല സ്കൂളിന്റെ ഇപ്പോഴത്തെയും കുറച്ചു ദിവസങ്ങൾ മുൻപുള്ള വീഡിയോയും. അതിൽ ആ വീടുകൾ കാണുമ്പോൾ നമുക്കറിയാം അത്രയും ജനസാന്ദ്രതയുള്ള, അത്രയും വീടുകൾ അടുത്തടുത്ത് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു മേഖലയായിരുന്നു ആ വെള്ളാർമല സ്കൂളിന്റെ അരികിലൂടെ കടന്നു പോകുന്ന റോഡ്. കുറേയധികം പുറകോട്ട് പോയി ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീടുകൾ നാശനഷ്ടമുണ്ടായത് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പിന്നീടാണ് മുണ്ടക്കൈയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ചുരൽമലയിൽ ആ ജനവാസ മേഖലയിൽ ഇനിയും തെരച്ചിൽ നടത്തേണ്ടതുണ്ടോ, അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ? എന്തായാലും സൈന്യം ഇന്നലെ വ്യക്തമാക്കിയത് ഇനിയും ആരെയും ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുണ്ടായത് വനം വകുപ്പ് നടത്തിയ തെരച്ചിലാണ്. അത് ആദിവാസി മേഖലയിൽ നിന്നുള്ളവർ ഈ ദുരന്തം സാഹചര്യത്തിൽ കാട്ടിലേക്കൊക്കെ മാറി പോയവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയവരും അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇന്നലെ കണ്ടെത്തിയത്. അതല്ലാതെ ഈ ദുരന്ത ഭൂമിയിൽ ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് ഇന്നലെ സൈനിക വൃത്തങ്ങൾ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മണ്ണിനടിയിലായി പോയ ആളുകൾ, അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് മുണ്ടക്കൈയിലായാലും ചുരൽമലയിലായാലും ഒക്കെ നടക്കാനുള്ളത്. എന്തായാലും കൂടുതൽ വ്യക്തമായ ഒരു പ്ലാനോട് കൂടെയുള്ള തെരച്ചിൽ, അത് ഏകോപിപ്പിച്ച് കൊണ്ടുള്ള നടപടികളായിരിക്കും ഇന്ന് ഉണ്ടാവുക.